ഹലോ പീപ്പിൾ, അപ്പൊ നമ്മളന്നൊരു പടം കാണാൻ പോവാണ്. ഏത് പടം എന്നടാ? ഏത് പടം? ഏത് പടം പറടാ. അവര് വ്ളോഗിന് വരെ നാണം വേണ്ടെന്ന് പറയുന്നില്ല. നമ്മള് എന്തായാലും തിയേറ്റർ എത്തിയിട്ട് ബാക്കി പറയാം. ഇരുമോൻ ടിക്കറ്റ് എടുത്ത് നേരെ മുന്നോട്ട് പോവുകയാണ് ഗായ്സ്. നമ്മളിപ്പോ തിയേറ്റർ എത്തും. ഇരുമോന് തിയേറ്ററിന്റെ ലൊക്കേഷൻ മാറിപ്പോയിരിക്കുന്നു. അപ്പൊ ഗായ്സ്, നമ്മുടെ തിയേറ്റർ മാറിപ്പോയിരിക്കുന്നു. നമ്മള് കവിതയാണെന്ന് വിചാരിച്ച് സരിതാ സൗദയിലാണ് വന്നിരിക്കുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ടിക്കറ്റിലെ തിയേറ്റർ പേരേതാണെന്ന് ശ്രദ്ധിച്ച് നോക്കണം. എന്നിട്ട് മാത്രമേ വരാവൂ. നമുക്ക് പറ്റിയതുപോലെ ആർക്കും ഒരു അബദ്ധം പറ്റരുത്. എല്ലാരും ശ്രദ്ധിച്ച് ടിക്കറ്റ് പേരെല്ലാം നോക്കി ലൊക്കേഷനൊക്കെ അടിച്ച് നോക്കിയിട്ട് മാത്രം തിയേറ്ററിൽ പോവുക. നമ്മൾ കീറി പാഞ്ഞ് പോവാണ്. 10 മിനിറ്റ് എത്തുന്നതാണ് ഗിരിമോൻ പറയുന്നത്. 10 മിനിറ്റ് നമ്മൾ എത്തുന്ന പറയുന്നത്. നമ്മുടെ MG റോഡ് എത്താറായി. അവിടെ മൊത്തം പാർക്കിംഗ് സീനാണ് ഗൈസ്. ആ പാർക്കിംഗ് സ്ഥലം ഉണ്ടോയെന്ന് പോലെ അറിഞ്ഞുകൂടാ. നോക്കാം. തിയേറ്റർ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ്. നമ്മുടെ കവിതാ തിയേറ്ററാണ് ഗൈസ്. കവിതാ തിയേറ്ററിൽ ആണ് നമ്മൾ എത്തിയിരിക്കുന്നത്. മുന്നാടി പോയാൽ എവിടെയെങ്കിലും വണ്ടി ഒതുക്കാൻ സ്ഥലം കിട്ടും തോന്നുന്നു ഗൈസ്. നമ്മളിതാ കാണാൻ വന്ന പടം എന്താ? ചോട്ടാ മുംബൈ 6-5 ഹൗസ്ഫുൾ. തഗ് ലൈഫ് ഹൗസ്ഫുൾ അല്ല. കണ്ട ലാലേട്ടൻ്റെ പവർ ഉണ്ടോ? ആ സൈഡിൽ ഇരിപ്പുണ്ട് ലാലേട്ടാ ഗൈസ്. അപ്പോൾ നമ്മൾ ചോട്ടാ മുംബൈ കാണാൻ വന്നതാണ്. സമയം ഭയങ്കര ലേറ്റായിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഇപ്പം കയറിയിട്ട് ബാക്കി നോക്കാമല്ലേ. നല്ല തിരക്കുണ്ട്. ഇപ്പോഴേ ഓളമൊക്കെ കേട്ട് തുടങ്ങി. പടം കാണാനായിട്ട് മുടിഞ്ഞ ക്യൂ ആണ് ഗൈസ്. അപ്പോൾ ചോട്ടാ മുംബൈ കണ്ടിട്ട് ഞാൻ വീടെത്തിയതേ ഉള്ളൂ. വീടെത്തിയൊന്ന് കുളിച്ച് ഫ്രഷായി. കാരണം അവിടെ മൊത്തം ഡാൻസും ബഹളവും പരിപാടിയായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. അതായത് 2007 ചോട്ടാ മുംബൈ ഇറങ്ങുന്നത്. പക്ഷേ ഇത്രയും നാളായിട്ട് നമ്മൾ എന്താ പറയുക, TV യിലും യൂട്യൂബിലും ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ഞാനൊക്കെ ആദ്യമായിട്ട് ചോട്ടാ മുംബൈ കാണുന്നത് TV യിലാണ്. TV യിൽ കണ്ടപ്പോഴത്തേക്കിലും ആക്ച്വലി അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു മൊത്തത്തിൽ. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ ചില പടങ്ങളൊക്കെ കണ്ട് നമ്മൾ ഒരുപാട് നാൾ ഓർത്തിരിക്കില്ല. അമ്മാതിരി ഒരു പടമായിരുന്നു ആക്ച്വലി ചോട്ടാ മുംബൈ. ചോട്ടാ മുംബൈ കണ്ടിട്ട് ഇപ്പം ചില സീനുകളൊക്കെ അനലൈസ് ചെയ്യാനും ചിരിക്കാനും അത് എൻജോയ് ചെയ്യാനൊക്കെ തുടങ്ങിയത് ആക്ച്വലി കുറേ നാൾക്ക് ശേഷമാണ്. അത് നമ്മൾ ബോധമൊക്കെ വെച്ച് നമ്മൾ ഈ കോമഡികളൊക്കെ രസിക്കാൻ തുടങ്ങില്ല ആ ഒരു സമയത്താണ്. അപ്പോൾ അതിനുശേഷം വന്ന് ഈ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ്. കാരണം അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ സമയത്ത് അവിടെ നിന്ന് വീഡിയോ ചെയ്യാനും പറ്റുന്നത്. കാരണം ആ ഒരു ഹൈപ്പിലൊക്കെ ഇറങ്ങി നേരെ അങ്ങ് വീട്ടിലോട്ട് വരുമായിരുന്നു. കാരണം അത്ര കിടിലൻ എക്സ്പീരിയൻസ്. കാരണം തിയേറ്ററിലുള്ള എല്ലാവരും ആരവവും ബഹളവും എല്ലാവരും വന്ന് കാണുകയും എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്തൊരു പടമാണ് ചോട്ടാ മുംബൈ. അപ്പോൾ തിയേറ്ററിൽ എല്ലാവരും എന്താ പറയുക, ഈ പാട്ടുകൾ വരുമ്പോൾ ഇപ്പം ആദ്യത്തെ ലാലേട്ടൻ്റെ ഇൻട്രോ ആയാലും അതിനുശേഷമുള്ള ഓരോരോ സീനിനും ഓരോരോ കോമഡിക്കും ആൾക്കാരെ ഒന്ന് കൈയടിക്കുകയും ഭയങ്കരമായിട്ട് എല്ലാവരും എൻജോയ് ചെയ്താണ് പടം കാണുന്നത്. അത് പുതിയൊരു പടം കാണുന്നവരെയാണ് എല്ലാവരും വന്ന് കണ്ടത്. അത് എനിക്ക് ആക്ച്വലി ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിനു മുമ്പ് ഞാൻ തോന്നുന്നു ദേവദൂതനാണ് റിലീസ് ചെയ്യാൻ പോയി കണ്ടത്. അതും കിടൽ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഇതിൽ ലാലേട്ടൻ്റെ ഈ ഒരു പടം ഇനി ഒരു 10 വർഷം കഴിഞ്ഞത് റിലീസ് ചെയ്താൽ പോലും ആൾക്കാർ പോയി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അമ്മാതിരി വിഷയം പടമാണ് അത്. ആ സമയത്ത് അൻവർ റഷീദ് സാറ് പുള്ളി മേക്ക് ചെയ്ത് വെച്ചതെന്ന് പറഞ്ഞാൽ അമ്മാതിരി മേക്കിംഗ് ആണ്. എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ് പുള്ളി ഉണ്ടാക്കി വെച്ചത്. ഒരു രക്ഷയില്ല. റിവ്യൂ ആയിട്ടൊന്നും കൂട്ടണ്ട, ഓൾറെഡി കണ്ട പടമാണ്. പക്ഷേ ഒന്നുകൂടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എല്ലാവരുമായിട്ട് ഡാൻസും കളിച്ച് പാട്ടൊക്കെ പാടി ഒരു ഫുൾ വൈബിലാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം. കൊച്ചി
ചരിത്ര പുരുഷന്റെ പേര് തന്നെ വേണം ഇവനൊക്കെ ഇടാൻ. ആ പേരിട്ട് അവനെ തന്തയ്ക്ക് വേണം ആദ്യം ഇടികൊടുക്കും. അതുകൊണ്ടാണ് പടക്കം പക്ഷിയുടെ പേര്. കത്തിച്ചു കൊണ്ടല്ലേ. നമ്മുടെ എല്ലാ രോമാഞ്ചമാണ്. കിട്ടി കിട്ടി